നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് റിസോൾവിങ് പവർ ഓഫ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതിൽ തന്നെ നമ്മൾ ടെലസ്കോപ്പിൻ്റെ റിസോൾവിങ് പവർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ആദ്യം റിസോൾവിങ് പവർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. എത്ര അടുത്തടുത്തുള്ള ഒബ്ജക്റ്റിൻ്റെ ഇമേജ് വരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. അതായത് മൈക്രോസ്കോപ്പിൻ ടെലസ്കോപ്പിൻ്റെയൊക്കെ കാര്യത്തിൽ, പ്രിസത്തിൻ്റെയും ഗ്രേറ്റിങ്ങിൻ്റെ എല്ലാം കാര്യത്തിൽ റിസോൾവിങ് പവർ എന്ന് പറയുന്നത് എത്ര അടുത്തുള്ള വേവ് ലെങ്ത്തുകളെ വരെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ വന്നിട്ട് നമ്മൾ ടെലിസ്കോപ്പിൻ്റെ റിസോൾവിങ് പവർ ഡിറൈവ് ചെയ്തു. അടുത്തതായിട്ട് പഠിക്കാനുള്ളത് മൈക്രോസ്കോപ്പിൻ്റെ റിസോൾവിങ് പവറാണ്. ടെലസ്കോപ്പിൽ പറഞ്ഞതുപോലെ തന്നെയാണ് മൈക്രോസ്കോപ്പിലും പറയുന്നത്. എത്ര അടുത്തുള്ള ഒബ്ജക്റ്റുകളുടേത് വരെ ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതിനെയാണ് റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. ഇനി റിസോൾവിങ് പവറിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ മറ്റൊരു ടേം പറയും, ലിമിറ്റ് ഓഫ് റിസൊല്യൂഷൻ. ഇപ്പോൾ ലിമിറ്റ് ഓഫ് റിസൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പോയിൻറ്റ്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ജസ്റ്റ് റിസോൾവ് ചെയ്യാൻ പറ്റുന്ന രണ്ട് പോയിൻറ്റ്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് ലിമിറ്റ് ഓഫ് റിസൊല്യൂഷൻ എന്ന് പറയുന്നത്. ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എത്രയും കുറയുന്നു അത്രയും കൂടുതൽ റിസോൾവിങ് പവർ നമ്മുടെ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിന് ഉണ്ടായിരിക്കും. അപ്പോൾ തന്നെ നമുക്കറിയാം ഇൻവേഴ്സ് റിലേഷൻ ആയിരിക്കും. നമ്മൾ ടെലസ്കോപ്പിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലൊരു ലിമിറ്റ് ഓഫ് റിസൊല്യൂഷൻ പറഞ്ഞു. അവിടെ നമ്മൾ റിസോൾവ്ഡ് ആയിട്ടുള്ള രണ്ട് ഒബ്ജക്റ്റീവ് ലെൻസിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ആംഗുലാർ സെപ്പറേഷനെയാണ് നമ്മൾ ലിമിറ്റ് ഓഫ് റിസൊല്യൂഷൻ എന്ന് വിളിച്ചത്. ടെലസ്കോപ്പിൻ്റെ കേസിൽ ആംഗുലാർ സെപ്പറേഷൻ ആയിരുന്നു. മൈക്രോസ്കോപ്പിൻ്റെ കേസിൽ ലീനിയർ സെപ്പറേഷനാണ്. ആംഗിൾ അല്ല, ഡിസ്റ്റൻസ് തന്നെയാണ് മൈക്രോസ്കോപ്പിൻ്റെ കേസിൽ നമ്മൾ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്, ടെലസ്കോപ്പ് ഡിസ്റ്റൻറ്റ് ഒബ്ജക്ട്സിനെ വ്യൂ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെലസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസിലേക്ക് വരുന്ന റേസ് പാരലൽ ആയിരിക്കും. പാരലൽ വേവ് ഫ്രണ്ട് തന്നെയാണ് അവിടെ ഡീൽ ചെയ്യുന്നത്. മൈക്രോസ്കോപ്പിൽ ഒബ്ജക്ട്സ് വളരെ അടുത്താണുള്ളത്. അപ്പോൾ ആ പോയിന്റിൽ നിന്നും വരുന്ന വേവ് ഫ്രണ്ട് എങ്ങനെയായിരിക്കും, സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ആയിരിക്കും. അപ്പോൾ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സ് ആയിരിക്കും. കാരണം എന്താണ്, തൊട്ടടുത്തുള്ള പോയിന്റുകളാണ്. അപ്പോൾ നമുക്കറിയാം അടുത്തുള്ള പോയിന്റ് സോഴ്സിന് വേവ് ഫ്രണ്ട്സ് എങ്ങനെയായിരിക്കും, സ്പെറിക്കലായിരിക്കും. ഇത് ഒരുപാട് അകലത്തേക്ക് പോകുമ്പോൾ, ഒരു ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോഴാണ് ഈ പോയിന്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് എന്ത് വേവ് ഫ്രണ്ടായിട്ട് മാറുന്നത്, പാരലൽ വേവ് ഫ്രണ്ടായിട്ട് മാറുന്നത്. അപ്പോൾ ടെലസ്കോപ്പിൽ നമ്മൾ പാരലൽ വേവ് ഫ്രണ്ടാണ് ഡീൽ ചെയ്യുന്നത്. മൈക്രോസ്കോപ്പിൽ വന്നിട്ട് സ്പെറിക്കൽ വേവ് ഫ്രണ്ട്സിനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. So resolving power of a microscope is to show distinctly separate images of two small objects which are very close to each other. രണ്ട് അടുത്തടുത്തുള്ള പോയിൻറ്റുകളുടെ ഇമേജിനെ സെപ്പറേറ്റ് ആയിട്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന എത്ര എബിലിറ്റി ഉണ്ട് അതിനെയാണ് എന്തെന്ന് പറയുന്നത്, റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. റിസോൾവിങ് പവർ ഡിപ്പെൻഡ്സ് ഓൺ ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഇനി എന്താണ് ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ? ദ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് എ മൈക്രോസ്കോപ്പ് ഈസ് ദ സ്മാളസ്റ്റ് ലീനിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു വെരി ക്ലോസ് പോയിന്റ് ഒബ്ജക്ട്സ് സോ ദാറ്റ് ദ ടു ഇമേജസ് അപ്പിയർ ജസ്റ്റ് റിസോൾവ്. ഇനി നമുക്ക് മൈക്രോസ്കോപ്പിൻ്റെ റിസോൾവിങ് പവറിൻ്റെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് റാലെ ക്രൈറ്റീരിയൻ ആണ്. നമുക്കറിയാം രണ്ട് ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്, ഓരോ ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാക്കുന്നു. ഈ രണ്ട് ഡൈഫ്രാക്ഷൻ പാറ്റേണും വെൽ സെപ്പറേറ്റഡ് ആണെങ്കിൽ അത് റിസോൾവ്ഡ് ആണ്. അപ്പോൾ എപ്പോഴാണ് ജസ്റ്റ് റിസോൾവ്ഡ്? ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേണിൻ്റെ സെൻട്രൽ മാക്സിമത്തിൽ മറ്റേ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേണിൻ്റെ ഫസ്റ്റ് മിനിമം വരുമ്പോൾ, അപ്പോൾ രണ്ട് ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ട്, രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനും ഓരോ ഡൈഫ്രാക്ഷൻ പാറ്റേൺ, അപ്പോൾ രണ്ട് പാറ്റേൺ ഉണ്ട്. അപ്പോൾ ആ രണ്ട് പാറ്റേണിലെ ഒരു പാറ്റേണിലെ സെൻട്രൽ മാക്സിമവും മറ്റേ പാറ്റേണിൽ ഫസ്റ്റ് മിനിമവും കോയിൻസൈഡ് ചെയ്യുന്നുവെങ്കിൽ ദ ഒബ്ജക്ട്സ് ആർ ജസ്റ്റ് റിസോൾവ്ഡ്. അതാണ് റാലെ ക്രൈറ്റീരിയൻ പറയുന്നത്. അപ്പോൾ രണ്ട് പോയിൻ്റ് സോഴ്സസ് കൺസിഡർ ചെയ്യുക. എ ഒ രണ്ട് പോയിൻ്റ് സോഴ്സസ്, അതിനിടയിലുള്ള സെപ്പറേഷൻ ഡി ആണ്. ഇനി ഈ
PQ ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ്, മൈക്രോസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസാണ്. അപ്പോൾ ഇതിൻ്റെ സറൗണ്ടിങ് ആണ് ഒരു അപ്പേർച്ചറായിട്ട് എടുക്കുക, ഒരു സർക്കുലർ അപ്പേർച്ചറാണ്. ആ ലെൻസ് ഇരിക്കുന്ന ആ സെറ്റപ്പ് ഉണ്ടല്ലോ, ലെൻസിന് ഒരിടത്തല്ലേ വെച്ചിരിക്കുന്നത്, അപ്പോൾ അതിനെ എന്തായിട്ട് എടുക്കാം, ആ സറൗണ്ടിങ് ഏരിയനെ ഒരു സർക്കുലർ അപ്പേർച്ചറായിട്ട് എടുക്കാം. ഈ കേസിൽ ഈ ലെൻസിന്, ഒബ്ജക്റ്റീവ് ലെൻസിന് വളരെ അടുത്തായിട്ടാണ് ഒബ്ജക്റ്റുകൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വേവ് ഫ്രണ്ട് സ്പെറിക്കലായിരിക്കും. അപ്പോൾ ഈ സ്പെറിക്കൽ വേവ് ഫ്രണ്ട് ഒരു സർക്കുലർ അപ്പേർച്ചറിൽ വന്നിട്ട് എന്തുണ്ടാക്കിയാണ്, ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാക്കിയാണ്. അപ്പോൾ നമ്മൾ കാണുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേൺ സർക്കുലർ റിങ്ങുകളായിരിക്കും അല്ലേ. നടുക്കൊരു സെൻട്രൽ ബ്രൈറ്റ് ഡിസ്കും അതിന് ചുറ്റും റിങ്ങുകളുമായിട്ടാണ് നമ്മുടെ ഡൈഫ്രാക്ഷൻ പാറ്റേൺ വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് D = 1.22 λ/sin θ വരികയാണെങ്കിൽ, D എന്ന് പറയുന്നത് എന്താണ്, ഇവ തമ്മിലുള്ള സെപ്പറേഷൻ, രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള സെപ്പറേഷനാണ് D. അതെന്ന് പറയുന്നത് 1.22 ലാംഡ എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്തത് ഈ രണ്ട് ഒബ്ജക്റ്റുകളും ഓരോ പോയിൻറ്റ് സോഴ്സ് ഓഫ് ലൈറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ആണ് ലാംഡ. തീറ്റ എന്ന് പറയുന്നത് എന്താണ്, ഈ ആംഗിൾ, ഈ ലെൻസിൻ്റെ അല്ലെങ്കിൽ ഈ സർക്കുലർ അപ്പർച്ചറിൻ്റെ ബൗണ്ടറിയിൽ നമ്മുടെ പോയിൻ്റ്, നമ്മുടെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻ, ഈ D = 1.22 λ/sin θ, ആ രീതിയിലാണ് ഈ രണ്ട് ഒബ്ജക്റ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ സെപ്പറേഷൻ വരുന്നതെങ്കിൽ ഈ O എന്ന പോയിൻ്റ് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേണിൻ്റെ സെൻട്രൽ ബ്രൈറ്റ് ഡിസ്കിൽ A എന്ന ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേണിൻ്റെ ഫസ്റ്റ് മിനിമം കോയിൻസൈഡ് ചെയ്തു വരും. അതായത് റാലെ ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യും. എങ്ങനെയാണെങ്കിൽ ഇഫ് the distance between the object D is equal to 1.22 λ/sin θ. ഇങ്ങനെ വെറുതെ ഒരു ഇക്വേഷൻ പറഞ്ഞു വെക്കുന്നില്ല, ഇതെങ്ങനെയാണ് വരുന്നതെന്ന് പറയണം. ഓക്കെ, അപ്പോൾ അതാണ് അടുത്ത പറയാൻ പോകുന്നത്. ഈ ഇക്വേഷനെ ഡിറൈവ് ചെയ്യാൻ പോകുന്നു, എങ്ങനെയാണ് ഇത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റാലെ ക്രൈറ്റീരിയൻ പറയുന്നത് എന്താണ്, ഈ O എന്ന പോയിൻ്റ്, O' എന്ന പോയിൻറ്റിൽ എയുടെ മിനിമം കിട്ടണം അല്ലേ. അപ്പോൾ എയിൽ നിന്ന് വരുന്ന റേസ് ഓയിൽ ഡിസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്യണം, അല്ലെങ്കിൽ മിനിമത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ നമുക്കതിൽ നിന്ന് വരുന്ന റേസിനെ നോക്കാം. APO' അല്ലേ, പിന്നെ AQO'. അപ്പോൾ ഈ രണ്ട് റേസും എങ്ങനെ ആയിരിക്കണം, ഡിസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്യണം, അല്ലെങ്കിൽ മിനിമത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലാണ് എയുടെ മിനിമം O' കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും നോക്കുക. ഈ PO' അല്ലെ, PO' QO' നോക്കുക. അതെങ്ങനെയാണ്, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, അത് തമ്മിൽ ഡിഫറൻസ് ഇല്ല. അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് കളയാം. പിന്നെ ബാക്കി എന്താ വരിക, APയും AQവും തമ്മിലാണ് ആക്ച്വലി ഡിഫറൻസ് വരിക. അപ്പോൾ നമ്മൾ പാത്ത് ഡിഫറൻസ് എടുക്കുമ്പോൾ ഇതിനെ കളയാം, കാരണം ഡിഫറൻസ് എടുക്കുമ്പോൾ രണ്ട് ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ കോൺട്രിബ്യൂഷൻ പോവും. പിന്നെ എന്തിനെ എടുത്താൽ മതി, AP - AQ എടുത്താൽ മതി. ആ ഡിഫറൻസ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഭാഗം കളഞ്ഞ് ഇതിനെ മാത്രമായിട്ട് മറ്റൊരു ഫിഗർ വരയ്ക്കാം. ഓക്കെ, നമ്മുടെ ഒബ്ജക്റ്റ് കാണിച്ചിട്ടുണ്ട്, Oയും Aയും. അപ്പോൾ Aയിൽ നിന്ന് വരുന്ന റേസിനെയാണ് നമ്മൾ നോക്കുന്നത് അല്ലേ, അത് വേണം ഡിസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്യാൻ. അപ്പോൾ ആ രണ്ട് റേയുടെ പാത്ത് ഡിഫറൻസ് ആണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെൻസിൻ്റെ ഒബ്ജക്റ്റീവ്. ഇത് O' അല്ലേ, O' അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇത് O' അല്ല, ഇത് നമ്മുടെ ലെൻസാണ് PQ, നമ്മുടെ അപ്പേർച്ചർ, സർക്കുലർ അപ്പേർച്ചറാണിത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗറിനെ നമ്മളിങ്ങനെ വരച്ചു. അപ്പോൾ Aയിൽ നിന്നും തിരിച്ച് O'-ലെത്തുന്ന രണ്ട് റേസ് അതേതൊക്കെയാണ്, APO'-ഉം AQO'. ഓക്കെ, ഈ ഫിഗറല്ല, നേരത്തെ പറഞ്ഞ ഫിഗറാണ്, നോക്കിയാൽ മതി. APO'-ഉം AQO', രണ്ട് റേ. അപ്പോൾ അതിനെ ഇത്തരത്തിൽ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നു. AQ + QO' - AP +
ഓ ഡാഷ് അല്ലേ, ഡിഫറൻസ് എടുത്തിരിക്കുകയാണ്. പാത്ത് ഡിഫറൻസ് ആണ്, ഈ രണ്ട് റേയുടെ പാത്ത് ഡിഫറൻസ് ആണ്. എയിൽ നിന്നും ഒ ഡാഷിലേക്ക് എത്തുന്ന രണ്ട് റേസ് നമ്മൾ കൺസിഡർ ചെയ്തു. രണ്ട് റേസ് എന്ന് പറയുമ്പം അപ്പർച്ചറിൻ്റെ ബൗണ്ടറി വഴി അല്ലേ, ഡയഗണലി ഓപ്പോസിറ്റ് എന്നൊക്കെ പറയാം. ആ രീതിയിൽ അപ്പർച്ചറിൽ കൂടെ അപ്പർച്ചറിൻ്റെ ബൗണ്ടറി വഴി പോകുന്ന രണ്ട് റേസാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്കറിയാം സർക്കുലർ അപ്പർച്ചറിൻ്റെ കേസിൽ ആ പാത്ത് ഡിഫറൻസ് ലാംഡ വരികയാണെങ്കിൽ നമുക്ക് പറയാം എന്താണിത്, മിനിമത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു അല്ലേ. നമ്മൾ പറഞ്ഞതാണ് ഒരു സർക്കുലർ അപ്പർച്ചറിൽ ഇങ്ങനെ എൻഡ്സ് അല്ലേ, ബൗണ്ടറി വഴി പാസ് ചെയ്യുന്ന രണ്ട് റേസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് ലാംഡ ആണെങ്കിൽ ഇതെന്ത് ചെയ്യും, ഈ റേസ് എന്ത് ചെയ്യുന്നു, ആ ഭാഗത്ത് ആ പോയിന്റിൽ എന്തുണ്ടോ ഒരു മിനിമം ക്രിയേറ്റ് ചെയ്യുന്നു. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്, ഇതിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഓരോ പോയിന്റിനും അപ്പർ ഹാഫിലെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ലോവർ ഹാഫിലെ ഒരു പോയിന്റ് കിട്ടും. അത് തമ്മിലുള്ള പാത്ത് ഡിഫറൻസ് എത്രയായിരിക്കും, λ/2 ആയിരിക്കും. അങ്ങനെയാണ് ഈ ടോട്ടൽ ഡിഫറൻസ്, ഈ രണ്ട് റേയും തമ്മിലുള്ള ഡിഫറൻസ് ലാംഡ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ മിനിമത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് നമ്മൾ അവിടെ ഏതിലാണ്, നമ്മൾ സർക്കുലർ അപ്പർച്ചറിൽ നമ്മൾ കണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്കറിയാം ഈ പാത്ത് ഡിഫറൻസ് എത്ര വരണമായിരിക്കും, ലാംഡ വരികയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വിചാരിച്ച പോയിന്റിൽ, അതായത് ഓ ഡാഷ് എന്ന പോയിന്റിൽ എയുടെ മിനിമം കിട്ടും. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടുന്നത്. ഇത് ലാംഡ ആകണം. അപ്പോൾ ആദ്യം നമുക്ക് എത്ര പാത്ത് ഡിഫറൻസ് വരുമെന്ന് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പി ഒ ഡാഷും ക്യു ഒ ഡാഷും. ഓക്കെ, മറ്റേ ഫിഗർ ആലോചിക്കണം, ഇപ്പുറത്ത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നില്ലേ നീളത്തിൽ, ആ രണ്ട് വാല്യൂ ആണ് പറയുന്നത്, പി ഒ ഡാഷും ക്യു ഒ ഡാഷും. അതെങ്ങനെയായിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കത് കളയാം, പി ഒ ഡാഷും ക്യു ഒ ഡാഷും കളയാം. അപ്പോൾ ബാക്കി എന്ത് കിട്ടും, പാത്ത് ഡിഫറൻസ് ഈസ് എ ക്യു മൈനസ് എ പി. അതായത് മറ്റൊരു കളർ വെച്ച് കാണിക്കുകയാണെങ്കിൽ എ ക്യു മൈനസ് ഒ പി ആണ് വരിക അല്ലേ. ബാക്കി ഉണ്ടായിരുന്നത് രണ്ടും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്, അപ്പോൾ അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഇല്ല. അപ്പോൾ നമ്മൾ പാത്ത് ഡിഫറൻസ് എടുക്കുമ്പോൾ എന്തുമാത്രം മതി, എ ക്യു മൈനസ് എ പി മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടുപിടിക്കുക, എ പിയും എ ക്യൂവും നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിലേക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ എ ക്യൂവിലേക്ക് ഒയിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക, ആർ ഒ ആർ എന്ന പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ആംഗിൾ തീറ്റയാണ് അല്ലേ. നമ്മൾ ഫസ്റ്റ് ഫിഗർ തുടങ്ങിയപ്പോഴേ പറഞ്ഞതാണ് ഈ ഒബ്ജക്റ്റീവിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, തീറ്റ എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് തീറ്റ. ഇനി അത് തീറ്റയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, തീറ്റ ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി, ജോമെട്രിക്കലി അങ്ങനെ വരുള്ളൂ. ഇത് തീറ്റയാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി തീറ്റയാവും. ഇനി അടുത്ത ചെയ്യാൻ വന്നപ്പോൾ ഒയിൽ നിന്നും എ ക്യൂവിലേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്തു. ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഒയിൽ നിന്നും പി എ ഇങ്ങനെ നീട്ടി വരച്ചിട്ട്, ഓക്കെ, പി എ നീട്ടി വരച്ചിട്ട് ഒയിൽ നിന്നും അങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക. ആ ആംഗിളും തീറ്റ ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആംഗിൾ ആയിരിക്കും. ആംഗിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ആംഗിൾ വന്നത് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇത് തീറ്റ വന്നതുകൊണ്ട് ഇത് തീറ്റയായി, ഇത് തീറ്റ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇതും തീറ്റയാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് പെർപെൻഡിക്കുലേഴ്സാണ് വരച്ചത്. അപ്പോൾ ഒ ആർ എന്ന പെർപെൻഡിക്കുലർ വരച്ചത് എ ക്യൂയിലേക്കും ഒ എസ് എന്ന പെർപെൻഡിക്കുലർ വരച്ചത് ഈ പി എ എന്ന ലൈൻ എന്താണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുമാണ് നമ്മൾ ആ പെർപെൻഡിക്കുലേഴ്സ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് കറസ്പോണ്ടിങ് ആംഗിൾസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടുന്നത്, എ ക്യു മൈനസ് എ പി, എ ക്യു മൈനസ് എ പി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് എ ക്യൂവിനെ നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്, എ ആർ പ്ലസ് ആർ ക്യൂ എന്ന് എഴുതിയാണ്. ഓക്കെ, എ ക്യൂവിനെ നമ്മൾ എ ആർ പ്ലസ് ആർ ക്യൂ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. അടുത്ത എന്താ വേണ്ടുന്നത്, എ പി ആണ് വേണ്ടുന്നത്. എ പിനെ ഞാൻ എഴുതാൻ പോകുന്നത് എസ് പി മൈനസ് എസ് എ എന്ന് എഴുതി, എസ് പി മൈനസ് എസ് എ എന്ന് എഴുതി. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, എ ക്യൂവിനെ എ ആർ പ്ലസ് ആർ ക്യൂ എന്നും എ പിനെ എസ് പി മൈനസ് എസ് എ എന്നും എഴുതി. ഓക്കെ, ഇനി നോക്കാം. ഇനി അടുത്ത റിലേഷൻ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആർ ക്യൂ
നിങ്ങൾക്കറിയാം ഇങ്ങനെ 2 ലൈൻ കിടന്നിട്ട് അതിലൊന്നിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വലാവും അല്ലേ. സാധാരണ നമ്മൾ പാത്ത് ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇങ്ങനെ. ഈ എ ക്യൂ എന്നും ഒ ക്യൂ എന്നും 2 ലൈൻസ് ഉണ്ടല്ലേ. അപ്പോൾ അത് തമ്മിൽ പാത്ത് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇതിനെ ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യും. അപ്പം എന്താണ് ഇത് രണ്ടും ഏത് ആർ ക്യൂവും ഒ ക്യൂവും ഈക്വലാവും. എന്താണ് ആർ ക്യൂവും ഒ ക്യൂവും ഈക്വലാവും. ഇനി നമുക്ക് ഫിഗറിൽ നിന്ന് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഒ ക്യൂവും ഒ പിയും ഈക്വലാണ് അല്ലേ. നമുക്കറിയാവുന്ന കാര്യമാണ്. കാരണം ഒയിൽ നിന്ന് പോകുന്ന 2 റേസാണ് മറ്റേ സെൻട്രൽ മാക്സിമം ഒ ഡാഷിൽ ഫോം ചെയ്യുന്ന 2 റേസാണ്. അത് കൺസ്ട്രക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. അപ്പം ഇത് രണ്ടും ഈക്വലാണ്. അപ്പോൾ ഒ ക്യൂ ഇസ് ഈക്വൽ ടു ഒ പി. ഓക്കെ, അപ്പോൾ ഒ പി വരെ എത്തി. ഒ പി എവിടെ നിൽക്കുന്നു, ഒ പി. ഇനി നോക്ക്, ഈ ഒ എസ് എന്ന് പറയുന്നത് ഒയിൽ നിന്നും പി എസിലേക്ക് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ട് ഒ പിയും എസ് പിയും ഈക്വൽ ആയിരിക്കും. ഒ പി ഇസ് ഈക്വൽ ടു എസ് പി. അപ്പം നമ്മുടെ ഇക്വേഷനിൽ ഇതിൽ ഏതെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇതാണ്ട് ഇവിടെ കിടക്കുന്നു ക്യൂ ആർ ക്യൂവും കിടപ്പുണ്ട്, എസ് പിയും കിടപ്പുണ്ട്. അത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചത് അല്ലേ. ആർ ക്യൂ ഒ ക്യൂവിന് ഈക്വലാണ്, ഒ ക്യൂ ഒ പിക്ക് ഈക്വലാണ്, ഒ പി എസ് പിക്ക് ഈക്വലാണ്. അപ്പം വന്നിട്ട് ആർ ക്യൂവും എസ് പിയും ഈക്വൽ. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആകും. അപ്പോൾ നമുക്ക് എന്ത് മാത്രം കിട്ടും, പി ഈസ് ഈക്വൽ ടു പാത്ത് ഡിഫറൻസ് ഈസ് ഈക്വൽ ടു എ ആർ പ്ലസ് എന്ത് കിട്ടും, എ ആർ പ്ലസ് എസ് എന്ന് കിട്ടും അല്ലേ. എ ആർ അപ്പോൾ ഏതാ നമുക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കും, എ ആറും ഇത് എസ് എയും അല്ലേ. അപ്പോൾ നമ്മുടെ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും സമ്മായിട്ട് കിട്ടി. എ ആർ പ്ലസ് എസ് എന്ന് നമുക്ക് കിട്ടി പാത്ത് ഡിഫറൻസ്. അപ്പോൾ ഇതാണ് എന്തായിട്ട് മാറേണ്ടുന്നത്, ലാംഡ ആയിട്ട് മാറേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഓർക്കണം. ഇനി ഇതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഈ ഡിസ്റ്റൻസ്, ഈ ഒ എ എന്ന ഡിസ്റ്റൻസ് ആണ് ഡി അല്ലേ. ജസ്റ്റ് റിസോൾവ് ആകുമ്പോൾ ഇത് തമ്മിലുള്ള സെപ്പറേഷൻ ഡി ആണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അങ്ങനെയെങ്കിൽ ഇത് 2 റൈറ്റ് ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ എ ഒ ആർ കൺസിഡർ ചെയ്യുക. അതിൽ നിന്ന് സൈൻ തീറ്റ ഒന്ന് എഴുതി നോക്കാം. സൈൻ തീറ്റ ഈസ് ഓപ്പോസിറ്റ് സൈഡ് എ ആർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഹൈപ്പോട്ടിന്യൂസ് എന്താ, ഡി ആണ്. ഓക്കെ, അപ്പോൾ എ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഡി സൈൻ തീറ്റ. ഇനി അതേപോലെ ട്രയാങ്കിൾ എ ഒ എസ് കൺസിഡർ ചെയ്യുക. അതിലും സൈൻ തീറ്റ എഴുതുക. സൈൻ തീറ്റ എന്താ, ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് എ എസ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ഈസ് എ എസ് ഡിവൈഡഡ് ബൈ ഡി, അല്ലെങ്കിൽ എസ് എ ഡിവൈഡഡ് ബൈ ഡി. അപ്പോൾ എസ് എന്ത് കിട്ടും, ഡി സൈൻ തീറ്റ. അപ്പോൾ എ എസ് പ്ലസ് എ ആർ എന്ന് പറയുന്നത് എന്ത് കിട്ടും, ഡി സൈൻ തീറ്റ പ്ലസ് ഡി സൈൻ തീറ്റ എന്ത് കിട്ടും, 2D സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ പാത്ത് ഡിഫറൻസ് എ ആർ പ്ലസ് എസ് എ എന്ന് പറഞ്ഞാൽ ഡി സൈൻ തീറ്റ പ്ലസ് ഡി സൈൻ തീറ്റ ഈസ് 2D സൈൻ തീറ്റ. അപ്പോൾ സർക്കുലർ അപ്പർച്ചറിലെ മിനിമത്തിൻ്റെ കണ്ടീഷൻ നമ്മുടെ ബൗണ്ടറിയിൽ നിന്ന് വരുന്ന റേസ് തമ്മിൽ പാത്ത് ഡിഫറൻസ് ലാംഡ ആകണം. സോ 2D സൈൻ തീറ്റ ഈക്വൽ ടു ലാംഡ. അങ്ങനെയെങ്കിൽ ദ ഇമേജസ് ആർ ജസ്റ്റ് റിസോൾവ്ഡ്. ഇനി അപ്പോൾ ഡിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം, ഡി ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 2 സൈൻ തീറ്റ അല്ലേ. ഡി ഇസ് ഈക്വൽ ടു ലാംഡ ബൈ 2 സൈൻ തീറ്റ. ഡി ആണ് നമ്മുടെ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. ഇനി ഈ ഇക്വേഷനെ ഏറി കറക്റ്റ് ചെയ്തു ഫോർ സർക്കുലർ അപ്പർച്ചർ. അപ്പോൾ മുകളിലൊരു 1.22 കൂടെ അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ ഈ ഇക്വേഷൻ്റെ കൂടെ ഒരു 1.22 മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1.22 ലാംഡ ബൈ 2 സൈൻ തീറ്റ. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ മൈക്രോസ്കോപ്പിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത മൈക്രോസ്കോപ്പിൽ ഇവിടെ ഈ സ്പേസ് ഉണ്ടല്ലോ, ഏതാണ് നമ്മുടെ ഒബ്ജക്റ്റിനും ഇടയിലുള്ള സ്പേസ്. ഒബ്ജക്റ്റീവിനും ഒബ്ജക്ട്സിനും ഇടയിലുള്ള സ്പേസിൽ എയർ ആണ് ഉണ്ടായിരുന്നത്. ഇനി ഇതിന് പകരം നമ്മൾ മറ്റൊരു മീഡിയം വെക്കുകയാണെന്ന് വിചാരിച്ചു. അനദർ മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് എല്ലാം നമുക്ക് എന്ത് മാറും, ഈ ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പം എന്ത് ചെയ്യണം, മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതായത് എയറിൽ ടി ആണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മ്യൂ ഉള്ള ഒരു മീഡിയത്തിൽ ട്രാവൽ ചെയ്താൽ ഡിസ്റ്റൻസിനെ നമ്മൾ എങ്ങനെ എടുക്കണം, മ്യൂ ടി എന്ന് എടുക്കണം അല്ലേ. ലൈറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് മ്യൂ കൊണ്ട് ആക്ച്വൽ ഡിസ്റ്റൻസിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അത് നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. ഇൻ്റർഫറൻസ് ഒക്കെ പഠിക്കുമ്പോൾ
നമ്മൾ പഠിച്ചിട്ടുണ്ട് പാത്ത് ട്രാവൽഡ് ബൈ ലൈറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മ്യൂ ടി ആണ് ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തായി മാറും, 2 മ്യൂ ഡി സൈൻ തീറ്റ എന്ന് മാറും അല്ലേ. ഡിയുടെ സ്ഥാനത്ത് എന്ത് വരണം, മ്യൂ ഡി എന്ന് വരും. ഓക്കെ, അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടെ അഡീഷണൽ ആയിട്ട് വരും. അപ്പോൾ വന്നിട്ട് ഇക്വേഷൻ എങ്ങനെ മാറും, ഇങ്ങനെ ഡി ഈക്വൽ ടു 1.22 ലാംഡ ബൈ 2 മ്യൂ സൈൻ തീറ്റ എന്ന ഇക്വേഷൻ മാറും. കാരണം ആ ലൈറ്റ് ട്രാവൽ ചെയ്ത പാത്ത് എന്ന് പറയുന്നത് നേരത്തെ എയറിലാണെങ്കിൽ വെറും ഒരു എക്സ് ഡിസ്റ്റൻസ് ആണെങ്കിൽ, ഒരു മീഡിയത്തിലാണെങ്കിൽ അത് എന്ത് ചെയ്യണം, മ്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ഒരു മ്യൂ കൂടെ വരും. ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഡിയിലല്ല മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്, ആ ഡിസ്റ്റൻസ് മൊത്തത്തിലാണ്. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ഇത് തമ്മിലുള്ള സെപ്പറേഷനാണ്, ലൈറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് അല്ല, അത് കൺഫ്യൂസ് ചെയ്യരുത്. ഡി എന്ന് പറയുന്നത് ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അല്ല, രണ്ട് ജസ്റ്റ് റിസോൾവ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ തമ്മിലുള്ള സെപ്പറേഷനാണ്. അപ്പോൾ അതിലല്ല മ്യൂ മൾട്ടിപ്ലൈ ചെയ്ത് വരുന്നത്, ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, നമ്മൾ അതല്ലേ ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഇങ്ങനെ നമ്മൾ എഴുതിയില്ലേ, അത് ഇങ്ങനെ എഴുതിയില്ലേ, എ ആർ പ്ലസ് ആർ ക്യൂ എന്നൊക്കെ പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയില്ലേ, അവിടെ തന്നെ എന്ത് മൾട്ടിപ്ലൈ ചെയ്ത് വരും, ഒരു മ്യൂ മൾട്ടിപ്ലൈ ചെയ്ത് വരും. ആ മ്യൂ ആണ് അവസാനം വന്നിട്ട് എവിടെ വരും, ഈ ഇക്വേഷനിൽ തന്നെ ഒരു മ്യൂ വരും. അപ്പോൾ അങ്ങനെയാണ് എന്ത് വരുന്നത്, ഒരു മ്യൂ വരുന്നത്, 2 മ്യൂ ഡി സൈൻ തീറ്റ എന്ന് വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇക്വേഷൻ ഇങ്ങനെ മാറും. ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത്, ഇപ്പോൾ മൈക്രോസ്കോപ്പിൻ്റെ റിസോൾവിങ് പവർ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഇത് ഡിറൈവ് ചെയ്യാനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തത്, നമ്മൾ കാണുന്ന പോയിൻ്റ് ഒബ്ജക്റ്റുകൾ സോഴ്സ് ഓഫ് ലൈറ്റ്, അതിൽ നിന്ന് തന്നെ ലൈറ്റ് വരുന്നു എന്ന രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. പക്ഷേ ആക്ച്വൽ കേസിൽ അങ്ങനെ ആവണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു 1 സെൽ ലിവിങ് ഓർഗാനിസത്തിനെയോ ഒക്കെ നോക്കുമ്പോൾ അതിൽ നിന്ന് ലൈറ്റ് സെൽഫ് ലൂമിനസ് ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഒരു ലൈറ്റ് അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് അല്ലേ, ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് ഉപയോഗിച്ച് അതിനെ ഇല്ലൂമിനേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ കാണുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ലൈറ്റിൻ്റെ വേവ് ലെങ്ത് ലാംഡ 0 ആണെങ്കിൽ ഇക്വേഷൻ ആ രീതിയിൽ മാറും, 1.22 ലാംഡ 0 ബൈ 2 മ്യൂ സൈൻ തീറ്റ എന്ന് മാറും. ഇതിൽ മ്യൂ സൈൻ തീറ്റ എന്ന ടേമിനെ പറയുന്ന പേരാണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. അപ്പോൾ നമുക്ക് റിസോൾവിങ് പവർ എങ്ങനെയാണ് കിട്ടുക, റിസോൾവിങ് പവർ എന്ന് പറയുന്നത് 1 ബൈ ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ. അപ്പോൾ കിട്ടും 2 മ്യൂ സൈൻ തീറ്റ ബൈ 1.22 ലാംഡ 0. അപ്പോൾ എങ്ങനെ റിസോൾവിങ് പവർ കൂട്ടാം, നമ്മൾ ഉപയോഗിക്കുന്ന വേവ് ലെങ്ത്, നമ്മൾ ആ ഒബ്ജക്റ്റിനെ ഇലൂമിനേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച വേവ് ലെങ്ത് ചെറുതാക്കുക. ഇഫ് ലാംഡ 0 ഈസ് വെരി സ്മോൾ, റിസോൾവിങ് പവർ ഈസ് ഹൈ. അപ്പോൾ ലാംഡ 0 ചെറുതായിട്ടിരിക്കുന്ന ആർക്കൊക്കെയാണ്, എക്സ്റേ, ഗാമാറേ അല്ലെങ്കിൽ ഇലക്ട്രോൺ വേവിനെല്ലാം എങ്ങനെയാണ്, ലാംഡ വേവ് ലെങ്ത് കുറവാണ്. ഇപ്പോൾ ഇലക്ട്രോണിനെ സംബന്ധിച്ചിടത്തോളം h/p എന്ന മാറ്റർ വേവിൻ്റെ ഒരു വേവ് ലെങ്ത് ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം എങ്ങനെയായിരിക്കും, ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ റിസോൾവിങ് പവറിനെ എന്താക്കുന്നു, ലാംഡ ചെറുതാണ്, അപ്പോൾ റിസോൾവിങ് പവർ കൂടും.